പട്ടാമ്പി പുതിയ പാലം നിർമ്മാണ നടപടികൾ പുരോഗമിക്കുന്നു. ടെൻഡർ പൂർത്തിയായതോടെ ഇനി പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ് വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണിത്. പട്ടാമ്പിക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമായ പട്ടാമ്പി പുതിയ പാലത്തിന്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചതിന് പുറമെയാണ് ഇപ്പോൾ ടെൻഡർ നടപടികളും പൂർത്തിയാക്കിയത്. 52,57,60,000 രൂപയാണ് പാലം നിർമ്മാണത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. AR ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ ഏറ്റെടുത്തത്. 24 മാസത്തെ കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ അതോടൊപ്പം നിലവിലെ നില IPT റോഡും വാടനാകുറിശി മേൽപ്പാലവും ഒക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ പട്ടാമ്പി ടൗൺ നവീകരണം കൂടി പൂർത്തീകരിക്കുമ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി അതിന്റെ ഏറ്റവും മികച്ച വ്യാപാര കേന്ദ്രം എന്നുള്ള നിലക്ക് അത് വളരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മറ്റു നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ കൂടി പട്ടാമ്പി ടൗണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിന്റെ താലൂക്ക് ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് അതിന്റെ മുഖച്ഛായ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ പട്ടാമ്പി പാലം സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ളത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. 2 പ്രളയം കഴിഞ്ഞതോടെ നിലവിലുള്ള പാലം ശോചനീയാവസ്ഥയിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. പട്ടാമ്പി കമാനം ഭാഗത്ത് നിന്ന് ഞാങ്ങാട്ടിരി ഭാഗത്തെ പഴയ കടവിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ 2 പ്രളയങ്ങളെ തുടർന്ന് പുതിയ പരിഷ്കരണങ്ങൾ നടത്തേണ്ടി വന്നതാണ് നടപടികൾ വൈകിപ്പിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.